ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മൾ വേറൊരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു. പക്ഷെ ആ വീഡിയോ അറിയാതെ നമ്മളെ കൈക്കൊന്ന് പോയി. അപ്പോൾ അത് എന്തിൻ്റെ വീഡിയോ ആണെന്നുള്ളത് സസ്പെൻസാണ്. ഞാൻ ഈ അക്കൗണ്ടിൽ കളിച്ചുകൊണ്ട് നമ്മളെ ബ്ലോക്ക് ഫ്രൂട്ട്സ് കളിക്കുന്ന അക്കൗണ്ടിലാണ് ആ ഗെയിം കളിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ആ വീഡിയോ വരുന്നത് നാളെയാണ്. വെയിറ്റ് ഫോർ ദാറ്റ്. ടുഡേ ഗെയിം ഈസ് ബേബീസ് സൂ വേൾഡ് ടൈക്കോൺ. ഇത് രസം ഉണ്ടാവുമോയെന്നും ഒന്നും എനിക്കറിയില്ല. സൂ ടൈക്കോൺ കണ്ടപ്പോൾ ഞാൻ വെറുതെ കയറിയതാണ്. അതുപോലെ വീട്ടിലോട്ട് കിടക്കുന്ന മുമ്പ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. 300 സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഇതെന്താ സംഭവം നിങ്ങൾക്കറിയില്ല കേട്ടോ. സൂ ടൈക്കോണാണ്, അത് മാത്രം അറിയാം. എന്തായാലും തുടങ്ങാം. സൂ എൻട്രി. നമ്മൾ സൂ തന്നെ ഉണ്ടാക്കുകയല്ലേ. ലൈറ്റ്സ് പാത്ത്. ഇത് മറ്റേ മാൻഷൻ ടൈക്കോണായിരുന്നു. രസം കിട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തന്നെ വിചാരിക്കും. നിങ്ങൾ കളിച്ചു നോക്കുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന തന്നെ വിചാരിക്കുക. ബെഞ്ച് നമ്മൾക്ക് എത്ര ഉറുപ്പ്യ ഉണ്ട്? 345. ഇവിടുന്ന് നമ്മൾ പൈസ എടുക്കല് 110 ഉറുപ്പ്യൻ്റെ. അത് കൊടുത്തു. ഹോഴ്സൊക്കെ വേണം. യെസ്. ഇനി ഇവിടെ എന്താ വെക്കാൻ പോണേ? അതൊക്കെ വരും. ചാടിക്കാം. നമ്മളിങ്ങനെ ചാടിന് എന്താണെന്ന് വെച്ചാൽ നല്ല ലാഗ് ഉണ്ട് കേട്ടോ. ഉള്ളിലെന്താ വെക്കണ്ടാവില്ല. ഉള്ളിലൊക്കെ ഉണ്ടാക്കുക ലാസ്റ്റ് കേട്ടോ. ഇനി എന്താ സൂപ്പർ ക്ലീനർ ഗെയിം പാസ് വേണം, പക്ഷേ അതിന് നമുക്ക് കുറേ സാധനങ്ങൾ വെക്കാണ്ട് ഗേറ്റ് വെക്കാൻ പോട്ടെ. ഇനി ഇവിടുന്ന് ഇറങ്ങാതെക്കാൻ വേണ്ടി ഇവിടെ എന്തോ ചെറിയ സാധനമാണ്, അതുകൊണ്ടാണ്. ടെറൈൻ പുല്ലുകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ട്രീ ഇത് വേണം, ഉണ്ടായിക്കോട്ടെ. വാട്ട് ഈസ് ദിസ് ബിഗ് ലോക്ക്? ഇനി എന്താണ് ഇവിടെ വരാൻ പോണത്? ബബിൾ മെഷീൻ. 230 ഇതിൻ്റെ ഒക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ പൈസ ഉണ്ട് മോനെ. പൈസ എവിടുന്ന കിട്ടല് എനിക്കറിയില്ല. എവിടുന്ന കിട്ടല് പറയുകയാണെങ്കിൽ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. 525. നെക്സ്റ്റ് പേ എൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ആ 10 സെക്കൻഡ് തന്നെ കിട്ടില്ല. നമുക്ക് അങ്ങോട്ട് പോകും വേണ്ട. മാൻഷൻ ടൈക്കോണ്ട് ബസ് ആനിമൽ വരിക കേട്ടോ. റാബിറ്റ്. ബസ് റാബിറ്റിന് എന്തെങ്കിലും പേരിടണ? എന്ത് പേരാ ഇടുക? ഹേ ഗെയിമറൊന്നും വേണ്ട. ഫസ്റ്റ് ഇതാണ്ട് ബണ്ണി നിൽക്കാം. അത് റാബിറ്റിൻ്റെ ഒരു പേര് തന്നെയാണെന്നല്ലോ, ബണ്ണി. അവിടെ ഇരിക്കട്ടെ. ഏജ് 2 ഉണ്ട്. ബെഞ്ച്. അവിടെ ഇത് ഇൻ്റെതാണ്. ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയോട്ടെ. ഒരു മിനിറ്റ്. ഈ സൂക്ക് പേരുണ്ട്, തൃശ്ശൂർ സൂ അങ്ങനെ എന്തെങ്കിലും. എടാ ആൾക്കാർ കേറുണ്ടാ. കളി തുടങ്ങി മോനെ. നമ്മൾ സൂ തുടങ്ങുകയാണ് മോനെ. ഇനി അങ്ങോട്ട് വെച്ചടി കയറ്റാവും. സൂ ടൈക്കോണാണ്. ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ സൂ മൊത്തം തീർക്കും, അല്ലെങ്കിൽ എന്താകും പാർട്ടാക്കി ഇടേണ്ടി വരും. വീട് റാബിറ്റ്സ് ചെന്നോട്ടാ. ആവശ്യം വരുമ്പോൾ ഫുഡൊക്കെ നമ്മളവിടെ എത്തിച്ചുകൊള്ളും. 1800 ഉറുപ്പ്യ ഉണ്ട്. 2000 ഉറുപ്പ്യ ഉണ്ട്. ഒക്കെ വെക്കണ്ടേ? വാടാ വെക്ക്. ലാൻഡേൺസ് ഗേറ്റ് പോർട്ടഞ്ഞ് ഇവിടെ ടെറൈൻ എല്ലാം പോരട്ടെ. ട്രീ കയറാനായിട്ട് ഒരു ഹൗസ് അത് വേണോ? ഇത് വലിയൊന്നുമില്ല. ഒരു മുയലൊക്കെ ഇപ്പോൾ വന്നത്. ഒരു പുലിയൊക്കെ പോരട്ടെ. മഡ്ബാത്താ. ഇതെന്ത് സാധനം? ഇവിടെ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. മഡ്ബാത്തൊക്കെ ഉണ്ട്. പിഗ്. പന്നി നമ്മളെ സൂലോട്ട് വന്നിട്ടുണ്ട്. ആൾക്കാരെ കുത്താന്നാ മതിയോ? അപ്പം അങ്ങനെ പന്നി വന്നിട്ടുണ്ട്. എവിടെ പിഗ്? ഈ പന്നിക്ക് പറ്റിയ പേരെന്താ? എന്താ പന്നിക്കൊക്കെ പറ്റിയ പേര്? കാണ്ടാമൃഗം. മലയാളത്തിലിടാം. മൃഗം. പേര് കാണില്ല മലയാളമായോണ്ട്.
അവിടെ തൊടാം കുറച്ച് മാർക്കോളും. 2500 ഉറുപ്പിക ഉണ്ട്. ഇനി നമ്മൾ എല്ലാം സെറ്റാക്കാൻ പോവാണ്. ഇതൊക്കെ എന്ത് നിസ്സാരം എന്നുള്ള രീതിയിൽ അടുത്ത് കഴിഞ്ഞാൽ എവിടെയാണ് അവിടെ. ഓക്കെ മാർക്ക് ക്ലൈം. ഇതൊക്കെ നമുക്ക് പൈസ കിട്ടും കേട്ടോ. 3010 കണ്ടില്ലേ, കൂടിയത് കണ്ടില്ലേ, 800 പൈസ നമ്മളൊക്കെ വിഷയമില്ല. 4000 ഉറുപ്പിക ഉണ്ട്. 4000 ഇതിന് എടുത്തിട്ടുണ്ടെന്ന് ഉദ്ദേശിച്ച് 4000 ഫുള്ളായിട്ടുണ്ട് വരാൻ പറ്റില്ല. ടോയ്ലറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ഒരു ബാത്റൂം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കയറുക രസമുണ്ട് കേട്ടോ കളി. ഇത് മറ്റേമാതിരി മാൻഷൻ ടൈക്കോൺത്തെ അത്രയ്ക്ക് കഷ്ടപ്പാടില്ല. അതാണ് ഇഷ്ടം. ഈ ലാൻഡിനൊക്കെ വെക്കുന്നുണ്ട്. രാത്രിയൊക്കെ ഉണ്ടാവുമോ? ഇവിടെ ഒരു ട്രീ ഉണ്ടാവും. ഇനി മറ്റേ ഹൗസ് അതും മഡ് ബാത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. പോണ്ട് കുളം. ഇത് ഇതിൻ്റെ ഓരത്തിൽ ഹിപ്പോപ്പൊട്ടാമസ് തന്നെ. ഹിപ്പോപ്പൊട്ടാമസ് ഉറപ്പിച്ച് കൗവ. അയ്യേ പശുക്ക് ഇതെന്തിനും പോണ്ടൊക്കെ. ഞാൻ ഹിപ്പോപ്പൊട്ടാമസാണ്. ഹിപ്പോപ്പൊട്ടാമസൊക്കെ ആവായിരുന്നു. ഇതിൻ്റെ ഓരത്തിൽ ഇവിടെ ടൈഗറൊന്നും വരാൻ സാധ്യതയില്ല. ഇതിന് പേരുണ്ട് അമ്മിണി. എൻ്റെ അമ്മിണി കുട്ടിയാണ്. അമ്മിണി ഇത് ഈ പന്നിൻ്റെ പേരെന്നാ വന്നിട്ടില്ലെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ കാണ്ടാമൃഗം കാണ്ടാമൃഗം അങ്ങനെ 3 അനിമൽസ് നമ്മൾ ഇതിൽ സെറ്റായിട്ടുണ്ട്. ഹോം ഗ്രൗണ്ട് ബെഞ്ച് ഒക്കെ നമ്മൾ സെറ്റാക്കും. ഫുഡ് ഇനി വേണ്ട ആരുണ്ടോ? അവിടെ ഫുഡ് വരേണ്ട സമയമായ മുയലിന് ഫുഡ് ആണോ? മുയലിന് ഫുഡ് ആണോ? അതാണ് ഞാൻ നോക്കണേ. ഇല്ലല്ലേ, വേണ്ടല്ലേ. ഇവിടെ എന്താ? അവിടെ ഒന്നും ഇപ്പം തന്നെ പോകണ്ട. പിന്നെ നമുക്ക് ആദ്യം ഇവിടെ ഒക്കെ ഉള്ള തന്നെ സെറ്റാക്കിയിട്ട് മതി. 5000 ഉറുപ്പിക ഉണ്ട് നമ്മളേക്കള്. ഇന്നൊരു ദിവസം കൊണ്ടാണ് നമ്മൾ വൈബാക്കും. ട്രീ പോട്ട് വെച്ചിട്ടുണ്ട്. വെല്ല എന്താ മീൻസ് അതല്ലേ, ഞാൻ മനസ്സിലായത് പെട്ടെന്ന്. ഇനി പോണ്ട്. ഇവിടെ എന്താ? ഇവിടെ വേറെ അനിമലൊന്നും ഇല്ലല്ലോ. ഉള്ളിലല്ലേ? ഹിപ്പോപ്പൊട്ടാമസ് ഈസ് ഹിയർ അല്ലേ? അതോ നാച്ചുറാ വാട്ടർ ജെറ്റാ? യെസ്, എല്ലാവരും ഒന്ന് തിമർത്താടട്ടെ എന്നുള്ള രീതിയിലാണ്. ഗോസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. യെസ്, കൊക്ക്. ഇതിനിപ്പോൾ പറ്റിയ പേരെന്താ? കൊക്ക്. ഇതിൻ്റെ ഒരു സ്പെല്ലിങ് കിട്ടുന്നില്ല. ഗൂസ് തന്നെ മതി. ഇതിന് പറ്റിയ പേരിൻ്റെ ഇല്ല. നീ ലാൻഡാണ്. ലാൻഡ് സെറ്റാക്കി. ഇവിടെ ഇത് സെറ്റാക്കിയിട്ടുണ്ട്. 3500 ഉറുപ്പിക ഇന്ത്യയൊക്കെ ഉണ്ട്. ഇതിന് ഫുഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. വിശക്കുണ്ടാവും അതിന്. തിന്ന് പ്ലാറ്റ്ഫോം. ഇവിടെ എന്താ ടെറസ്? ഇവിടെ എന്താ ആരെങ്കിലും പേരെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ഉള്ള ചെറിയൊരു സെറ്റപ്പാണ് നമ്മൾ ഇവിടെ സെറ്റാക്കാൻ പോണ്. എങ്ങനെയുണ്ട് എൻ്റെ പ്ലാൻ? എല്ലാവർക്കും ഇഷ്ടമാവും. ബേബി റാബിറ്റ് ബോൺ ടെലിപ്പോർട്ട്. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇതിനിപ്പോൾ എന്താ പേരിടുക? ഒരു ബി വെച്ചിട്ട് തന്നെ വേണം. നല്ലൊരു പേരിടണം. ബണ്ണി മോനെ സിസേഴ്സ് എന്നിടാം. വേണ്ട, ബണ്ണി കുട്ടൻ. ബണ്ണിക്കുട്ടൻ കളിച്ചാൽ ഇവനും, ബണ്ണി കളിച്ചാലും ഓനും വേണം. എങ്ങനെയുണ്ട്? നമ്മൾ നല്ല ബുദ്ധിക്ക് കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്താ? മിനി ഫാം. അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? മിനി ഫാമിൻ്റെ ഗൈസിലാകുന്നുണ്ട്. നമ്മളിന്ന് ചാടുണ്ട്. ഇതിനൊക്കെ ആവശ്യമുണ്ടോ? വെജീസ്. ഇവിടെ ഒന്നും ഇല്ലെങ്കിലും ഒരു സുഖം ഉണ്ടാവില്ല. ഇങ്ങനെ രസം ഉണ്ടാവുമായിരിക്കും. ബാണ നമുക്ക് അതൊന്നും വേണ്ട. ആദ്യം ടോയ്ലറ്റും ട്രീ സെറ്റൊക്കെ ആക്കട്ടെ. ട്രീ സെറ്റ് കാണുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. ഈ ട്രീ സെറ്റ് പോരട്ടോ. ഇവിടെ ആവശ്യത്തിന് ഗോഡ് സ്റ്റാറ്റ്യൂ. ഇവിടെ ഗോട്ട് കയറുമ്പോൾ മെസ്സിയല്ലേ വരുന്നുണ്ട്.
അങ്ങനെ ടെലിവിറ്റ് നോക്കി. ഇതിങ്ങനെ കുട്ടികളുണ്ടാവണമെങ്കിൽ എന്താ പറ്റുന്ന ഇടുക? പന്നി, കാട്ടുപന്നി. കാട്ടുപന്നി, കാറ്റുപന്നി. അങ്ങനെ വായിക്കെടുത്തിട്ട് കാറ്റുപന്നി. ഇങ്ങനെയുണ്ട് ബാൺ. ബാണും കൂടെ വെച്ചിട്ടൊക്കെ ഇവിടെയും അങ്ങനെ ചെറിയൊരു ഇതാണ്. ഇതിനുള്ളിൽ കോഴി അങ്ങനെ എന്തെങ്കിലും ആവാനാണ് സാധ്യതകൾ കൂടുതലും. ഹേയ് എന്ന് പറഞ്ഞാൽ കുതിര, ഇളകാത്ത കുതിര. റോബിയോക്സ് കൊടുക്കണം, അതെൻ്റെ കൈക്കലില്ല. കുതിര ഉള്ളത്. ഹലോ കുതിര മോനെ, ഇളകാത്ത കുതിര. ഒരു റൈഡിന് പോയാലോ? ഇപ്പൊ ഇളകൊക്കെ ചെയ്യോ? അവിടെ തന്നെ കൊണ്ടുപോയി നിന്നച്ച് റൈഡ് വേണ്ട, ഇവിടെ തന്നെ. ഇതാണ് എൻ്റെ സ്ഥലം, അവിടെ പോയി നിൽക്കടാ. ഫോണ് ഉറങ്ങല്ലേ മോനെ. നമുക്ക് എന്തായാലും പോവാം. നമുക്ക് ഇനിയുണ്ട് പണി ഗൈസ്. എത്ര പണികളുണ്ട് നിങ്ങൾക്കൊന്നും അറിയില്ല. ഇതിനിടെ ഇനി വേറെ എന്തൊക്കെ ചെയ്യണം. ഒരു സൂവിൻ്റെ ഓണറായുള്ള തലവേദന. അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടാ. നമ്മൾ കുളിച്ചിട്ട് വരാം. അയ്യേ ഇവിടെ വെള്ളം. ടെലിപോർട്ട്. അമ്മീണിൻ്റെ കുട്ടിക്ക് ഇപ്പം എന്താ പറയാ? അമ്മീണി കുറ്റാണ്. എന്തായാലും നമുക്ക് പോവാം. ഇനി പേരൊന്നും ഇടണം കേട്ടോ. ഇനി ലയന് മെസ്സിന്ന് ഇടാം, അങ്ങനൊക്കെ ഇടാം. ഹെയ് ഗെയിമർ എന്നൊരു ടൈഗറിന്. ഞാനാവണേ ശരിക്കും ലയൺ ആവേണ്ട. ലയണ് മെസ്സിയെ കൂടെ ലയണിൻ്റെ കുട്ടിക്ക് എൻ്റെ പേരിടാ, ഹെയ് ഗെയിമർ. എടാ എൻ്റെ കുതിര കുട്ടി എന്താടാ ഉറങ്ങിക്കെടുക്കണേ? ഉറങ്ങല്ലേ? ഇനി അവിടെ കിടന്നു കേട്ടോ. ഉറങ്ങാടി ഉറങ്ങി. ഞാൻ എന്ത് ചെയ്യാനാ? ഈ പന്നിക്ക് വേറെ പണിയില്ലേ? ഇങ്ങനെ കുട്ടികളിങ്ങനെ വന്നുകൊണ്ടേ നിൽക്കണേ. ഇവിടെയൊക്കെ പോയാൽ ഇവിടെ ഫുഡിൻ്റെ ആവശ്യമുണ്ട്. ഫീഡ് പിക്സ്. ഇവിടേക്ക് ഫുഡൊക്കെ വേണം. 13,000 ഉറുപ്പ്യ ഉണ്ട്. 15,000 ഉറുപ്പ്യ ഉണ്ട്. 15,000 ഉറുപ്പ്യ ഉണ്ട്. റാബിറ്റിനൊന്നും തിന്നാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കും കേട്ടോ. തിന്നാനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കുന്നതാണ്. അത് ആർക്കായാലും കൊടുക്കും. അമ്മണീൻ്റെ കുട്ടിയും ഇവിടെ ഫുഡൊന്നും ഇല്ലാതെ കിടന്ന അലയാണ്. നമ്മൾ ഓർക്കുള്ള അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് പോവാണ്. ഗൈസ് കളി എങ്ങനെ ഡ്രസ്സ് ഉണ്ട്, എനിക്കിഷ്ടമായി. ബെഞ്ച്. ഇനി ഇവിടെ എന്തെങ്കിലും വേണ്ട. ഹോട്ട് ഡോഗ് സ്റ്റാൻഡാ. ഹോട്ട് ഡോഗ് കുറസാവൂലേ? എലക്കോൺസ്. ഇവിടെ എന്തോ ഗേറ്റ്, ഇവിടെ എന്തോ വരുന്നുണ്ട്. ടെലിപോർട്ട്. ഇതിനൊന്നും ഞാൻ പേരായിട്ട് എടുത്തിട്ടില്ല. ടെലിപോർട്ട് എക്സിബിറ്റ്സ് ഗൂസ്. ടെലിപോർട്ട് നിനക്ക് കുട്ടിയൊക്കെ ഉണ്ടാവില്ലല്ലേ? ഗൂസ് തന്നെ. സൺ. പിന്നെ രണ്ടാൾക്കും ഒരു പേരായാലും ഒരു സുഖം ഉണ്ടാവില്ല. ഇനി എടുക്കാം. എടാ ഈ പോത്താൾക്കും ഒന്ന് കുട്ടിനെ പ്രസവിക്കാതെ നിൽക്കടാ. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. കൗവ്. ഇനി ഒരു വഴിയുണ്ട്. പേരില്ലാത്തവർക്കൊക്കെ എൻ്റെ ഒക്കെ ഇട്ടുണ്ട് വഴി. പേര് ഫസ്റ്റ് ഈ കൗവ്. ഇപ്പം വന്ന കൗവ് ഏതാ? അങ്ങനെയുള്ള ഏജ് 11 ഉണ്ട് ഇതിന് ഏജ് 2 ഉള്ളൂ. ഇതാണ് ഇപ്പോൾ വന്നത്. ഇത് 20 സെക്കൻഡ്. ഇതെത്ര കുട്ടികളുണ്ടാവും എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ഇടുന്ന കുട്ടികളുണ്ടാക്കലല്ലേ പണി. ഹറാമ്. എന്തപ്പം ചെയ്യുക? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരു കാര്യം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക. ഇവിടെ ഞാൻ ഒന്നും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. അവിടെ ചെയ്യാനും പോണില്ല. നമുക്ക് അങ്ങോട്ട് പോയേ. അവിടെ എന്താ നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കാനും.
ആ പണി ചെയ്ത് കഴിഞ്ഞിട്ട് മതിട്ടാ ഇങ്ങോട്ടൊക്കെ. ഒരു പണിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെയൊക്കെ പോലെ 29,000 30,000 ഉറുപ്പ്യ ഉണ്ട് എന്നെ കൂട്ടിക്കോ. പൈസ പോണ കണക്ക് നിങ്ങളൊന്നും അറിയാൻ പോണില്ല. എടാ മതിയാ, ഞാൻ ഇവിടെ നോക്കി പോകാം. ആദ്യം ഇവിടെ ഉള്ളതൊക്കെ സെറ്റാക്കട്ടെ. വാട്ടർ ജെറ്റാ, ഇവിടെ എന്തെങ്കിലും സാധനം വരുന്നുണ്ട്. ബഫല്ലോ അങ്ങനെ പോത്തു എത്തി. അവിടെ വശമാണെങ്കിൽ ഇവിടെ പോത്തു എത്തി. മോം നിടാം. മോം ഇപ്പോൾ കുട്ടികളുണ്ടാക്കാൻ തുടങ്ങും പണി. ബെഞ്ച് ഇവിടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഫുഡില്ലല്ലേ? ഫുഡൊക്കെ നമ്മൾ സമയത്തിന് എത്തിക്കുന്നുണ്ട് കേട്ടോ. ഈ ബഫലോകളുടെ ഫുഡ് എന്താ? പുല്ല്. അപ്പോൾ അടുത്ത വെജും നമ്മൾ ഇവിടാണ്ട് സെറ്റാക്കുകയാണ്. ഇവിടെയാണ് ഇനി അടുത്തത് മൃഗം വരുന്നതല്ല. ഇനി അങ്ങോട്ട് അവിടെയൊക്കെ എന്തോന്നടേ? ഞാനൊന്നുമില്ല, വേറെ പണിയില്ല. അവിടെ ഈ ഗൂസിന് വേറെ പണിയില്ല. ഇങ്ങനെ നിൽക്കൊന്നും വയ്യ. അവിടെ കിടക്കട്ടെ, കുറച്ച് പണിയുള്ള ടൈമിലാണ്. ഇങ്ങനെ പെരുകണെല്ലാം കൂടി. ഞാൻ ഈ ലയനെയും ടൈഗറിനൊക്കെ ഉണ്ടാക്കാൻ വെച്ച് നോക്കുമ്പോൾ അതവിടെ സെൻസൈ CXS ടൈക്കോൺ ഉണ്ട് കേട്ടോ. പോപ്കോൺ സ്റ്റാൻഡ്, ട്രീ സെറ്റ് നമ്മൾ വൈബാക്കാണ്. സ്റ്റാഫ് ഹൗസ്, ഇത് നമ്മുടെ സ്റ്റാഫിൻ്റെ ഒക്കെ പേരേട്ടാ. ക്ലീനർ നോക്കട്ടെ. അതെന്താ ക്ലീനർ? ടൂർ ഗൈഡ്. ഇവിടെ ആൾക്കാരില്ല, പക്ഷെ പൈസ കൊടുക്കണ്ട കേട്ടോ. മാസം ശമ്പളമൊക്കെ കൊടുക്കണ്ടേ? ആൾക്കാരില്ല എന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. അടുത്തെന്ത് രാത്രിയാവും? ഞാൻ രാത്രി ആവാനും വേണ്ടിയാണ് കാത്തിരിക്കണേ. രാത്രി നമ്മളെ കാണാനൊരു രസം ഉണ്ടാവുള്ളൂ. ഇനി ഇവിടെ ഇനി ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ പണി. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താണാവോ? ഏതെങ്കിലും ചെറിയ സാധനം ടെറൈന്. ഇനി മറ്റേ ഇതുണ്ടാവും പഡിലാ. ഇതെന്താ സാധനം? ചെറിയ ട്രീയും. ഇതെന്താ അങ്ങനെ ഒരു സാധനം? ഞാൻ വലുതും 2 വരാനും ഷുഗർ ക്യൂബ്സും അതും നോക്കേ. കുതിര. അപ്പം അവിടെ ഉള്ളത് എന്താ? അപ്പം അവിടെ ഉള്ളത് എന്താ? 2 കുതിര കൊണ്ടിട്ടുണ്ട്. ഇല്ല. അപ്പം അവിടെ ഉള്ളത് എന്താ? അവിടെ ഉണ്ടല്ലോ കുതിര. എന്തിനാ ഇവിടെ കുതിര? എല്ലായിടത്തും ഈ കുതിരനെ കൊണ്ട് നിറയാണല്ലോ. ഞാൻ ഇപ്പോൾ എന്തിനാ അങ്ങോട്ടൊക്കെ പോണ്? ഇവിടെയൊക്കെ ഫുഡിൻ്റെ ആവശ്യം വന്നിക്കണോ? ഒന്നണി ആരുമില്ല കൊടുക്കാനേ. അപ്പോൾ എന്താ ഫുഡ് നമ്മൾ തന്നെ കൊടുക്കണം. നമ്മൾ ഫുഡൊക്കെ നോക്കണം. ഇവർക്ക് ഫുഡിൻ്റെ ഓപ്ഷൻ വന്നേക്കണമെന്ന്. ഇവിടെ ഒന്നും ഇല്ലാണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇങ്ങനെ ഈ വന്ന വഴി പോവാ. മനസ്സിലായ? അപ്പോൾ ഇവിടെ എന്തിനാ ഹോഴ്സ്? ഈ ഹോഴ്സിനെ അങ്ങോട്ടാക്കിയാലോ? വാ, നിനക്കൊരു കൂട്ടിന് എൻ്റെ ചെക്കൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിക്കൊള്ളിട്ടാ. ഇതിന് വട്ടാണിത്, ഹോഴ്സൊന്നുമല്ല. എപ്പോൾ നോക്കിയാലും കെടുക്കണേ. ഞാൻ അവിടെ തന്നെ പോയി ആക്കട്ടെ. ഉണ്ട്. ഇതിന് നമുക്ക് പേരിടാൻ കഴിയില്ല കേട്ടോ. പക്ഷെ ആ ഹോഴ്സിന് ഞാൻ പേരിടില്ല. ഹോഴ്സിന് പേരുണ്ടാകുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിന് പറ്റിയ പേരെന്താ അറിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതും കൂടിയാണ് പാത്ത് വേ. നല്ലത്. എനിക്ക് പാത്ത് വേ എന്ത് സെറ്റാക്കാത്തത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടേക്ക് ഫോറസ്റ്റാ പ്ലാസ. ഇവിടെ എന്തോ ഒന്നുമില്ല. ഇവിടെ ഒന്നും ഇതിനൊക്കെ ഞാൻ പൈസ റോബക്സ് കൊടുക്കേണ്ടി വരും. ഇവിടെ നിന്നെന്തോ ഒന്നും ഇല്ലാത്തത്. ഇവിടെ ഒരു ഹിപ്പോ ആണെന്ന് എനിക്ക് തോന്നുന്നു. എവിടെയെങ്കിലും ആവുമോ ഹിപ്പോ? ടെറൈൻ ഒരു പോണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു വലിയൊരു പോണ്ട്. ചെറുത് അതെന്താ? ഷെൽട്ടറും ഉണ്ട്. ഡിയർ ഗൈസ്, കരടി കിട്ടാൻ. കരടി ഇവിടെ എത്തിയിട്ടാ. അല്ല കരടിയല്ല, സോറി, മാന അല്ലേ. പക്ഷേ ഞാൻ ബിയറാ വിചാരിച്ചു. അത് ഡിയറായി പോയി. പക്ഷേ ഹരം പോയി. എവിടെയാണ് കരടിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. കരടിനെ ഒന്ന് കാണിച്ചു തരുമോ? കരടി ഇനി എവിടെയെങ്കിലും ഉണ്ടാവും വരുന്നത്. ജ്യൂസ് സ്റ്റാൻഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. പണികളെല്ലാം നമ്മൾ പെട്ടെന്ന് എടുക്കുകയാണ്. ഇവിടെ ഇനി എന്താ?
പ്ലാനറ്റ്സ് ടെറൈൻ. ഒരു വലിയൊരു പോണ്ട് ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നു. ബോൺസ് ഇതെന്താ നായ? പൈസ നഹി ബേട്ടാ. പൈസ കൂടുതലാണ്. ഇപ്പോൾ പൈസ ഇല്ല. 4000 പെട്ടടിക്കിട്ടില്ലേ എന്നാ? ഇതൊരു ചെറിയ പൊടി. ഇത് നായാണ് തോന്നുന്നുണ്ട്. ഈ എല്ലോ ഒക്കെ കണ്ടിട്ട് നായിൻ്റെ മാതിരി തന്നെ ഉണ്ട്. നായല്ല പിന്നെ എന്താവും? സ്പെഷ്യൽ ബോണാ? എന്തൊരു സ്പെഷ്യലായിട്ടൊക്കെ ഒന്നും അങ്ങോട്ട് ശരിയാവണില്ലല്ലോ. ഇതെന്താ ഗിഫ്റ്റ് ഗൈസ്? എ ഡേഞ്ചറസ് എനിമൽ ഈസ് കമ്മിങ് ഓൺ ദി വേ. വൂൾഫ് ഗൈസ്. വൂൾഫും അങ്ങനെ നമ്മളെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഫുഡും കൂടി ഉണ്ട് കൊടുക്കട്ടെ വൂൾഫിന്. ഡിയറിന് നമ്മൾ ഫുഡൊക്കെ കൊടുത്തിയോ? വിശക്കുണ്ടാ? നിന്നെ പിടിച്ച് കടി. അങ്ങനെയുള്ള ഫുഡൊക്കെ ഞാൻ അവിടെ എത്തിച്ചിക്കണേ. ഒന്നും മറക്കാതെ ഞാനെല്ലാം ചെയ്യണോണ്ട്. ഇത്രക്കും ഇന്നെക്കാട്ടി വലുപ്പമുള്ള മഷ്റൂം ഇവിടെ എത്തി. എൻക്ലോറൈവ്സ് കേജ്. ഇവിടെ എന്താ? ഇവിടെ എനിമലൊന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല. ഉണ്ട്. എന്നെ കൊണ്ടൊന്നും മെയ്യ അവിടെ ആക്കട്ടെ. ഇവിടെ എനിമൽ ഉണ്ട്. എന്ത് എനിമല്? സുഖമില്ലല്ല. ഇവിടെ എനിമൽ രസം ഉണ്ടാവില്ല. ഇവിടെ ട്രീ പോണ്ട് സ്പൈസി ഇല്ലത് 2900 തീനോ? പൈസ അല്ല പൈസ സെക്യൂരിറ്റിനൊക്കെ വെക്കണ്ടേ? സെക്യൂരിറ്റി ഇല്ലാതെ എന്ത്? നമുക്കൊന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തരാം. ഫുഡിൻ്റെ ടൈം ആയിട്ടുണ്ടാവും. ആർക്കെങ്കിലുമൊക്കെ മാറിക്കിടോ. ടൈം ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. അങ്ങോട്ട് ക്ഷണിക്കണ്ട കേട്ടറാ. ഞാൻ എല്ലായിടത്തും പോകണമെന്ന് വെച്ചാൽ ഫുഡിൻ്റെ ടൈം എന്തായാലും ആയി ഉണ്ടാവും. റാബിറ്റിനൊക്കെ പ്രത്യേകിച്ച്. അവിടെ വിഷന്ന് ചത്തുക്കണമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇവിടെ ഗൂസിന് കൊടുക്കുക കേട്ടോ. ചാടിയാൽ റെഡി ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യണേ. ക്ലീൻ ആൾക്കാരൊക്കെ തിന്ന് നിലത്തിട്ടിട്ട് പോവാണ്. 13,000 ഉണ്ട്. പൈസ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചും കൂടി കേട്ടോ ഞാൻ അങ്ങനെ പോണ്. ഇത്ര പശുവാളാ അപ്പോൾ പെടാ. നിങ്ങൾക്ക് ഇനിയും വേണ്ടി വരും കുട്ടികളാ. ഇനി പടിയും പൈസ കൊടുക്കട്ടെ. കാട്ടുപന്നി കാണ്ടാമൃഗങ്ങൾ എന്താപ്പം ചെയ്യുക? എല്ലാവരും എല്ലാം നിലച്ചൂട്ട് പോവാ. മുയലാൾക്കൊന്നും കിട്ടിയില്ലടാ. മുയലാൾ കുറേ നേരം ഉണ്ടാവും. കൊടുക്കട്ടെ. സോ ഒന്നിനും കിട്ടാതെ ഫുഡില്ലാതെ അലയരുത്. കാരണം എന്താ വെച്ചാൽ ഇറ്റ്സ് മൈ പ്ലേസ്. എനിക്കതിൽ ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ലതാ. ഞാനൊന്ന് റൈഡിന് കയറട്ടെ. എനിക്ക് റൈഡിന് വേണ്ടിയിട്ട് ആ കുതിര അവിടെ ഞാൻ വരികയാണ്. സെക്യൂരിറ്റിയുടെ പിന്നെ അവൻ്റെ കുട്ടീനെ നോക്കിക്കാവും. കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കുറേ കുട്ടികൾ. അതിന് റോബക്സ് വേണ്ട. അതുകൊണ്ടോ വേണ്ട. ബെഞ്ച് വെക്കടാ. ഇവിടെ ഒരു പണിയിൽ ആ പണി നമ്മളങ്ങ് മറന്നു. എന്നാലും ആ പണി ചെയ്തേക്കാം. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒരു വെറുതെ ഇങ്ങനെ ഒരു സെറ്റപ്പ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ സാധ്യതകൾ കുറവാണെന്ന്. എനിക്കാദ്യമേ അറിയാമായിരുന്നു ഇവിടെ ഒന്നും ഉണ്ടാവില്ല. പോത്തും പ്രസവിച്ച്. അവിടെ ഇവർക്കൊന്നും വേറെ പണിയില്ലേ? ഇങ്ങനെ പെറ്റെടുക്കുക. ഗ്രാസ് പുല്ലും ഇവിടെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ഒന്നുമില്ല, എനിക്ക് ഉറപ്പാണ്. പിന്നെ ഇതിനുള്ളിൽ എനിക്ക് എടുക്കാൻ ഞങ്ങൾക്ക് എവിടെക്കാണ് 10 വേടാ ഗൈസ്. അപ്പം ഇവിടെ എന്തോ ഉണ്ടാവ്. അപ്പം ഇനി ഇവിടെ എന്തോ ഉണ്ട്. വാട്ടർ ഹിപ്പോപ്പൊട്ടാമസ് ആണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഡാം പൈസ ഇല്ല എൻ്റെ കൈക്കൽ പൈസ ഇല്ല. ഇതിൻ്റെ പേരാണ് ബിയർ. എനിക്ക് തോന്നുന്നു മെരു. മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. ഇതിനുള്ള ഫുഡ് എന്താ? തേങ്ങ. ഇതൊക്കെ ഫുഡ് അപ്പത്തെ മൃഗങ്ങളൊക്കെ കഴിക്കണം. ഈ പൈസ ഇല്ലാത്തൊരു പ്രശ്നം കേട്ടോ. വാഫിൾ ഹൗസ്
ഉള്ളുകൾ എന്തെങ്കിലും ഇവിടെ എന്താ നീ അവിടെ ഞാൻ ഹിപ്പോപ്പൊട്ടാമസ് വരുന്നു വിചാരിച്ചിരിക്കുകയാണ്. ഹിപ്പോപ്പൊട്ടാമസ് ഇട്ടില്ല, ബാക്കിയെല്ലാം ഉണ്ട്. കൊല്ലങ്ങൾക്ക് ശേഷം മാങ്കുട്ടി വന്നിട്ടുണ്ട്. ഈ വീഡിയോ എത്ര മിനിറ്റ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പാർട്ടാക്കി ഇറക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇതന്നെ മൊത്തം കളിക്കേണ്ടി വരും. ഇത്ര ചെറിയ പോണ്ടാണ്. ബിഗ് ലോഗ് പൈസ എടാ, ഈ പൈസ ഒന്ന് കിട്ടിയാണെങ്കിൽ എന്ത് സുഖേനോ. ഇതുപോലെ ഇങ്ങനെ എന്നോ ഞാൻ അടുത്ത കുതിരയും പ്രസവിച്ച്. ഹലോ ബോർ, നിന്നെ കാണാൻ ഭയങ്കര ബോറാണ് കേട്ടോ. ബോറ് മോനെ, ഫുഡൊന്നും വേണ്ടേ? വേണ്ട, ഞാൻ തരുന്നില്ല. നിങ്ങൾ ബാക്കിക്ക് തിരിഞ്ഞ് നോക്ക്, നിനക്ക് വേണ്ടതുള്ള ഞാൻ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇവിടത്തെ പണികൾ എടാ ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. എൻ്റെ സൂന്ന് ചുറ്റി കാണട്ടെ, നല്ല രസം കിട്ടുമല്ലോ. ഹലോ എങ്ങോട്ടാണ്? വീട്ടിൽ സെക്യൂരിറ്റിയാ? ഇവിടെയാണ് അപ്പം ഹിപ്പോപ്പൊട്ടാമസ് വരുന്നത് അല്ലേ? ഇവിടൊക്കെ എന്തോ വലുത് വരാൻ കിടക്കുകയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അങ്ങനെ വൂൾഫും പ്രസവിച്ചു. വൂൾഫെല്ലാം പണി തുടങ്ങി. ഇവിടെ എന്താ വുഡൻ ഫെൻസ് നല്ലതാണ്. ഏജ് 99. എന്താണ് മോനെ, ചെക്കൻ ചത്തോ? ബണ്ണിക്കുട്ടനല്ലടാ, എൻ്റെ ബണ്ണി എവിടറാ? എൻ്റെ ബണ്ണിനെ നിങ്ങളെല്ലാവരും കൊന്നോ? എന്ത് ബണ്ണി ഒന്നും വേണ്ടോ? ഫുഡ് എത്തിയില്ലല്ലേ? ഫുഡൊക്കെ ഞാൻ സമയത്തിന് എത്തിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് പണിയിലായിരുന്നു, അതുകൊണ്ടാണ് ഫുഡ് എത്തിക്കാൻ നേരം വൈകിയത്. ഫുഡ് എത്താത്ത കുഴപ്പം വല്ലതും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ. നിങ്ങളെല്ലാം പണിയൊക്കെ ചെയ്തു കൊടുത്തിട്ട് പണിയൊന്നും ബാക്കി വെക്കരുത്. എല്ലാം സമയത്തിന് ചെയ്യുക. എന്തെങ്കിലും ബാക്കി വയ്ക്കുക, അപ്പം കിട്ടും എല്ലാത്തിനും. ബാക്കിയാക്കിയ പ്രശ്നമാണ്. നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കേട്ടറാ? ഇവിടെ ഫുഡായ ഇവർക്കൊക്കെ ഫുഡാണ്. നിങ്ങൾക്കൊന്നും വേണ്ട ഫുഡ്? വേണ്ട, ഞാൻ പോവാ. വൈൽഡ് ഫോറസ്റ്റിലോട്ട് ഏവർക്കും സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ച് നടക്കുക. 44,000 ഉണ്ടെങ്കിൽ 50,000 അങ്ങനെ കൂട്ടിക്കോളി. അടന്ന് റിവൈവ് ചെയ്യാൻ റോബക്സ് വേണം. പോടാ, പോയി ചാവ്. കാണ്ടാമൃഗം മാച്ച് പാസ്ഡ് സഹിക്കാൻ കഴിയുന്നില്ല. മതിയില്ലേ? മതി. ഇതെന്താ? ബിവേർ ലോക്ക് ഗൈസ്. അങ്ങനെ ഇവിടെയും അടുത്തത് വരികയാണ്. വിഷമം വരുന്നു. അങ്ങനെ എല്ലാം ചത്തുപോവുകയാണെന്ന് പറയുമ്പോൾ ചെറിയൊരു വിഷമം. ഇവിടെ എന്താ? ഇവിടെയല്ല ഹിപ്പോപ്പൊട്ടാമസ്. ഹണി കോമ്പൊക്കെ ഉണ്ടല്ലോ. കരടിക്കാക്ക് സുഖമാണോ ഗൈസ്? ഞാൻ കാരണം പറയാം, വൈൽഡ് ഫോറസ്റ്റ് പറഞ്ഞിട്ട് അവിടെ എന്താ വെച്ചിക്കണേ? അവിടെ വരെ കരടിൻ്റെ ചിഹ്നം. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ മീത്തൊന്നും വെക്കല്ലേ. ഞാൻ പോട്ടെ, നിന്നെ കടിച്ച് കയറുമോ? നമ്മളെല്ലാം ടൈമിന് അവിടെ എത്തിച്ച് കൊടുത്തിക്കണ്. തിന്നോട്ടെ, അപ്പുറത്ത് ഇപ്പോൾ പണിയെത്തും.
ആദ്യം ഇതൊക്കെ ഒന്ന് വെച്ചിട്ട് അപ്പുറത്താണ് പണിട്ടാ. വാ ഇറങ്ങിക്കോ. ഡാ കരടി, ഇവിടെയാണ് ഞങ്ങൾക്ക് ഇവിടെ പണിയിട്ടാ. അയ്യേ ഇവിടെ എന്താ? ഇവിടുന്ന് കയറണേ ഇപ്പം അങ്ങോട്ട് പോകണ്ടേ? ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. വെറുതെ എന്തിനാ പണിയെടുക്കണേ? കരടിന് മുമ്പ് കുറിച്ചിട്ട് പോവാ. ഹലോ കരടി മോനെ, സുഖമാണോ? അങ്ങനെ അമ്മീനും ചത്തുപോയിട്ടുണ്ട്. എൻ്റെ അമ്മീണി പശുവ. ഫൗണ്ടൈനൊക്കെ കൊടുക്കട്ടെ. ഹോട്ട് ഡോഗ് സ്റ്റാൻഡ്. അതൊക്കെ എന്തിനാടാ? എൻ്റെ അമ്മണി വരെ ചത്ത്. ഇവിടൊക്കെ എന്തോ എനിക്ക് മനസ്സിലായില്ല. ആയിക്കോളും. എൻക്ലോസ് വെക്കട്ടെ, ലാൻഡേണും വെക്കട്ടെ, ഗേറ്റും വെക്കട്ടെ, വൈബാക്കട്ടെ. അപ്പോൾ ഇവിടെ ഇനി എന്താണ് വരാൻ പോകുന്നത് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. നിങ്ങൾ കളിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കറിയാം. ഈഗിൾ പറന്നൂലേ? ഈഗിൾ പറക്കൂലേ? ഇത് വേണ്ടില്ല കേട്ടോ. ഇത് മൊത്തം കുളവും. ഈഗിൾ പറക്കൂല. എന്താ ഈഗിൾ പറക്കാത്ത ഈഗിളിനായിട്ട് നമ്മൾ ചിറക് വെട്ടിയിരിക്കുന്നു കേട്ടോ. ഈഗിളിൻ്റെ ചിറക് അങ്ങോട്ട് കട്ട് ചെയ്തത് അതുകൊണ്ട് പറക്കൂല. അങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ. ഞാനും ഈ റോബ്ലോക്സ് ഉണ്ടാക്കിയവരൊക്കെ ഒരേ ബുദ്ധി വേണ്ടി ചിറകങ്ങ് കട്ട് ചെയ്ത് പറക്കാതൊക്കെ തന്നെ. ഫോറസ്റ്റ് ട്രീ സെറ്റ് വൈബ് ആയില്ലട മോനെ. ഗൈസ് വീഡിയോ ലെങ്ത് കൂടണോ അതോ പാർട്ടാക്കി ഇറക്കണ്ടോ? ജംഗിൾ വർക്കിംഗ് ഇൻ പ്രോഗ്രസ് ആണ്. ജംഗിളത്തെ ഫസ്റ്റത്തെ സാധനം എന്താ? അത് മാത്രം എൻ്റെ ഗൂസും ചത്തുപോയി. ജംഗിളത്തെ ഫസ്റ്റത്തെ സാധനം എന്താ മാത്രമേ ഞാൻ കാണിച്ചു തരുള്ളൂ. ഒന്നും കാണിച്ചില്ല. ബാക്കി പാർട്ട് 2 വരും. വെയിറ്റ് ഫോർ ദാറ്റ് ബഡി. അപ്പോൾ ഇതും എടുക്കുന്നു. ടോർച്ചസ് നമ്മൾ അങ്ങ് കയറിയാണ്. ട്രീസ് പൈസ ഇല്ല എൻ്റെ കൈക്കല്. അവിടെ ഇവിടെ എന്താ? ഇവിടെയും ഒരു ഇതന്നെ കേട്ടാ. ഇതിൻ്റെ അടിയിൽ കൂടെ പോകാൻ പറ്റില്ല രീതിയിലാണോ അങ്ങനെ ആക്കിയിരിക്കുന്നത്? എനിക്കറിയില്ല. ഇത് നമുക്ക് ഇവിടുത്തെ ജംഗിളത്തെ ഫസ്റ്റ് അനിമലിനെ കാണിക്കാനുള്ള ടൈമാണിത്. വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ദി അനിമൽ ഈസ് വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എടാ അയ്യോ ചത്തിടില്ല. അല്ല വേണ്ടൊന്നുമില്ലടാ. Animal is musical keyboard. Animal is chimpanzee. Guys, chimpanzee ആരാണെന്ന് ഡൗട്ട് അടിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ. സോറി ട്ടോ, വെറുതെ പറഞ്ഞാണ്. എൻ്റെ മണിക്കൂട്ടനും ചത്തുപോയി, മുയലുകളെല്ലാം ചാവുകയാണ്. ചിമ്പാൻസി ഗൈസ് ഇവിടെ ഇതെൻ്റെ ഇപ്പം പായം വരും കേട്ടോ. നമ്മളിനി എല്ലായിടത്തുനിന്ന് പോയി സെറ്റാക്കിയിട്ട് വരാം. ചിമ്പാൻസി ഇവിടെയാണ് ജംഗിൾ കിൻഡറുള്ളത്. ഇവിടെ ഉള്ള സിംഹമൊക്കെയാണ് കാണിക്കണത്. ആ സിംഹത്തിനൊക്കെ സെറ്റാക്കിയാണ് കേട്ടോ. ഇവിടെ ഈഗിളാണ്. ഈഗിളിനൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുത്തേക്കണേ. നമ്മൾ ഈ സൂ ഒക്കെ ഒന്ന് ലാസ്റ്റായിട്ടൊന്ന് ചുറ്റിക്കറങ്ങുകയാണ്. ഇവിടെ ഉണ്ടോ? വിയറില്ല, അപ്പുറത്ത് തന്നെ ആവില്ല. നമ്മളൊന്ന് ചുറ്റിക്കറങ്ങണം. എന്തിനാണെന്ന് വെച്ചാൽ ലാസ്റ്റായിട്ടൊന്ന് കണ്ടിട്ട് അടുത്ത് പാർട്ട് 2 വെയിറ്റ് ഫോർ ദാറ്റ്. നിർത്തുകട. അപ്പോഴാണ് ഒരു ഇതിങ്ങനെ കാണിക്കുന്നത്. ഇവിടെ എന്താ? ഇവിടെ ബിവേർ ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഈ ബിവേർ ചാവാനായിട്ടാ. ഈ ബിവേർ നല്ല വയസ്സായി 40. എല്ലാവരും നമ്മൾ ഫുഡും കൂടി കൊടുക്കാനായിട്ടാ പോണ്. കുറുക്കന്മാരുണ്ടിട്ട് ഇവിടെ. എനിക്ക് എന്തിനും തിന്നാൻ വേണമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. കടിക്കുകയാണെങ്കിൽ കടിക്കണോ? നിങ്ങളെ കൊണ്ടുവന്ന് ഞാനാ ഒരു ബോധത്തോടെ വേണം സംസാരിക്കാൻ. ഡിയറൊക്കെ വലുതായിട്ടുണ്ട്. 99 വയസ്സാകാനുള്ള ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് അങ്ങോട്ട് പോവാ. നമ്മളൊന്നും വരും ചെയ്യലല്ലോ. എടാ കാട്ടുപന്നിയും മരിച്ചിട്ടുണ്ട്. വിഷയം അറിയിക്കുമ്പോൾ നല്ല വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അറിയിക്കാതെ നിൽക്കാൻ വയ്യല്ലോ ഗൈസ്. നല്ല വിഷമമുണ്ട്.
കാട്ടുപന്നിയും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുമില്ല മെയിനായിട്ട് പറയാനായിട്ട്, കാണാനായിട്ടോ ഒന്നുമില്ല. നമ്മളെ പേരിട്ടതായിട്ട് ഒന്നുമില്ല എന്നാട്ടോ ഉദ്ദേശിച്ച്. കണ്ണിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാ റാബിറ്റ്സും പോയി. ഇവരൊക്കെ ചാവാളാണ് പറയുമ്പോൾ ചെറിയൊരു വിഷമം. ഇല്ല കുഴപ്പമൊന്നുമില്ല. ഒരു രാത്രി പോലും ഇല്ലാതെ ചാവണമെന്ന് പറയുമ്പോഴാണ് കേട്ടോ വിഷമം. 60,000 66,000 ഉണ്ട് നമ്മളേക്ക് പൈസ. ബിയർ അവിടെ ആദ്യമായിട്ട് പ്രസവമൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. ഗൂസിൽ ഒരാളെ ചത്തിട്ടുള്ളൂ കേട്ടോ. ആ ഗൂസ് എണ്ണനെ നോക്കാം എത്ര വയസ്സായിക്കണം. അതിന് 90 അവിടെ ആ റാബിറ്റ് അടുത്ത മുയലും ഫാസ്റ്റിലായി. ഞാൻ എന്താടാ ചെയ്യാം? ഒന്നും ചെയ്യാനും ഇല്ലല്ലോ. ഇവരൊക്കെ ചാവണേന് എനിക്കെന്ത് ചെയ്യാനാ? അപ്പം എന്തായാലും ഇന്നത്തെ ഇവിടെ എത്രേ ഉള്ളൂ. അങ്ങനെ റാബിറ്റ് പോയതിനനുസരിച്ച് നമ്മൾ റാബിറ്റ് ഇത് ചെയ്തിട്ടുണ്ട്, ജനിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും പോവാണ്. ടാറ്റാ.